ഹായ്, ഞാൻ ശ്രീത്ത് മലബാർ ടെക് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു രണ്ടാഴ്ച കഴിയുമ്പം മുഖാമുഖം കണ്ടിട്ട് കുറച്ച് പണിയൊക്കെ ഡൗൺ ആകുന്നു, അങ്ങനെയാണെന്ന് നമ്മൾ കാണാൻ പറ്റാത്ത അവസ്ഥയുണ്ടായത്. അപ്പോൾ നമുക്കൊരു കംപ്ലയിൻറ്റ് വന്നു വെച്ചാൽ ഒരു മാരുതി 800 ഓവർ ഹീറ്റ് കംപ്ലയിൻ്റ് ആണ്, അതായത് കൂളൻ്റ് ലീക്ക് കംപ്ലയിൻ്റ് ആണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി വർഷോപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ ഒഴിവാക്കിയ ഒരു 50 പൈസേൻ്റെ അത്ര വലിപ്പമുള്ള ഒരു ഡമ്മി ഉണ്ട്. ആ ഡമ്മിയാണ് ഇതിൻ്റെ കാരണം. ഡമ്മിക്ക് ചെറിയ പൈസയുള്ളൂ, പക്ഷേ അത് മാറ്റാൻ വേണ്ടി നമുക്ക് ഇച്ചിരി പാടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ മാറ്റാം എന്നാണെന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ റേഡിയേറ്റർ കണ്ടാൽ തന്നെ അറിയാം, ഇതിനകത്ത് ഒരു തുള്ളി കൂളൻ്റ് ഇല്ല. ഫുൾ എന്താ പറയുക, ഫിൽറ്റർ അല്ലാത്ത വെള്ളമൊക്കെ ഒഴിച്ച് ഫുള്ള് ചളിയൊക്കെ ആയിട്ട് ഉള്ളത്. ഇത് കാരണം തന്നെ എന്താ ഡമ്മി തുരുമ്പാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ കൂളൻ്റ് ഒഴിച്ചാൽ തന്നെ നമ്മൾ കൊറോഷൻ ഒരുപാട് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. വെറും വെള്ളം മാത്രം ഒഴിച്ചാൽ ഇതുപോലെ തുരുമ്പെടുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഡമ്മികളൊക്കെ. അപ്പോൾ ഇൻലെറ്റ് മാനിഫോൾഡ് അയച്ചാൽ നമുക്ക് ഇതിന് ഡമ്മി ലീക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇൻലെറ്റ് മാനിഫോൾഡിൻ്റെ ബാക്കിൽ 2 ഡമ്മി വരുന്നുണ്ട്, അതിൽ നിന്നാണ് ലീക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻലെറ്റ് മാനിഫോൾഡ് നമുക്ക് അയച്ചെടുക്കണം. അപ്പോൾ കസ്റ്റമർ ബാക്കി സ്ഥലത്തൊക്കെ എംസിലിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്, ഡമ്മി ഉള്ള സ്ഥലത്ത് മാത്രം എംസിൽ തൊട്ടിട്ടില്ല. അവിടെ നിന്നാണ് ലീക്ക് വരുന്നത്. പക്ഷേ അടിഭാഗത്താണ് അങ്ങനെ കാണൂല. നമുക്ക് ഇതിനെ എംസിലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇളക്കിയെടുത്തിട്ട് നമുക്കിതിൽ ഡമ്മി പുതിയ ഫിറ്റ് ചെയ്യാം. അത് നമ്മൾ ചെറുതല്ല, നിന്റെ മുന്നിൽ എടുക്കാൻ പറയുന്നത് ചെറുതല്ലേ. മറ്റേ ഇനിയിപ്പം എടുത്ത് അവിടെ ഫുൾ എടുക്കാൻ ഇനിയിപ്പം 10 സ്റ്റിച്ച് ചെയ്യണം. झूठ मूठ का बोलेगा ऊपर आ गया मरवाया किधर. അപ്പോൾ ഇതാണ് ലീക്കുള്ള ഡമ്മി. ഇതിനകത്തൊന്നുമില്ല, എല്ലാം തുരുമ്പെടുത്ത് പോയിട്ടുള്ളത്. ഇതിന് വേറൊരു ഡമ്മിയും കൂടെ എഴുതുന്നുണ്ട്, അതും കൂടി മാറണം. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് അതും കൂടി ലീക്ക് വന്നാൽ രണ്ടാമത് അയക്കേണ്ടി വരും. അപ്പോൾ മാറ്റുമ്പോൾ ഈ 2 ഡമ്മി ഒരുമിച്ച് മാറ്റുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാണ് പുതിയ ഡമ്മി. ചെറിയ പൈസ വരുന്നുള്ളൂ, ഇത് മാറ്റാൻ വേണ്ടി ഇത്തിരി പാടാന്നേ ഉള്ളൂ.
ആയിട്ട് ഞങ്ങൾ ഏതെങ്കിലും പ്ലാനിൽ നോക്കി പോലെ വരാനപ്പാ എല്ലാം നോക്കിയിട്ട് പറഞ്ഞു നമുക്ക് അങ്ങനെ ഒരാവശ്യമില്ലല്ലോ അപ്പോൾ അത്രയും പെട്ടെന്ന് കിട്ടി മസാല പ്രശ്നമില്ല അത് പോരാ പള്ളി കഴിഞ്ഞ ഹമ്പലം ലോറി വന്നില്ലേ മുന്നൂറ് കാശ് പോകുന്നുണ്ട് രണ്ടാമത് അപ്പോൾ 2 ഡമ്മി നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഡമ്മി മെയിനായിട്ട് തുരുമ്പാവാനുള്ള കാരണം ഇതിൽ കൂളൻ്റ് ഒഴിക്കാത്തതാണ്. കൂളൻ്റ് ഒഴിച്ചാൽ തന്നെ ഒരുപാട് കൊറോഷൻ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. നമുക്ക് മാക്സിമം എല്ലാവരും കൂളൻ്റ് ഉപയോഗിക്കാം. शॉर्ट वीडियो बनाई അപ്പം ഈ ഹറാൾറേറ്റ് ഉപയോഗിക്കാനുള്ള കാരണം വെച്ചാൽ രണ്ടാമത് ഫിറ്റ് ചെയ്യുന്ന ഡമ്മി അതുകൊണ്ട് കാരണം ചെറിയ ഏതെങ്കിലും ഗ്യാപ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡമ്മി ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഹറാൾറേറ്റ് സൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പുതിയ ബ്ലോക്ക് പുതിയ മാനിഫോൾഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഡമ്മിയിൽ ഹറാൾറേറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. പുതിയ ബ്ലോക്കിൽ തന്നെ പുതിയ ഡമ്മി ഉണ്ടാവും, അതുപോലെ തന്നെ മാനിഫോൾഡിലും ഡമ്മി ഉണ്ടാവും. അപ്പോൾ അതിലൊന്നും ഹറാൾറേറ്റ് ഉപയോഗിക്കില്ല. അപ്പോൾ ഡമ്മി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മാനിഫോൾഡ് എഞ്ചിനിലേക്ക് ഫിറ്റ് ചെയ്യണം. അതിന് ശേഷം കൂളൻ്റ് വെച്ച് വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ലീക്കും കാര്യങ്ങളും നോക്കണം. പിന്നെ അതിന് താഴെ തന്നെ നമ്മൾ എൽബോ കുറച്ച് ദ്രവിച്ചിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എൽബോൻ്റെ പൈപ്പ് നമുക്ക് മാറ്റണം. മാക്സിമം ഒരു പണി ചെയ്യുമ്പോൾ അതിന് ചുറ്റുപാട് അതിന് സൈഡിലൊക്കെ കാണുന്ന ഭാഗങ്ങളൊക്കെ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും പണിയെടുത്ത ഈ പണി ഇപ്പോൾ രണ്ടാമതും വെള്ളം ലീക്ക് പോയി പിന്നെ കസ്റ്റമർ കംപ്ലയിൻറ്റ് എന്താ പറയുക, അപ്പോൾ നിങ്ങൾ പണിയെടുത്തിട്ട് ശേഷം പിന്നെയും റെഡി ആയില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് പറയും. അപ്പോൾ മാക്സിമം അതിന് ചുറ്റുപാടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വാട്ടർ ലീക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം.
അപ്പോൾ ഇതാണ് പുതിയ എൽബോ. അപ്പോൾ പുതിയ എൽബോ നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്. എൽബോകളെ ചെറിയ റേറ്റ് കാര്യങ്ങൾ ചെറുതേ ഉള്ളൂ, ഇല്ല മാറ്റാൻ മാത്രമാണ് കുറച്ച് പണി. ഇപ്പൊ പറഞ്ഞിട്ട് അയച്ചു ആയിക്കോട്ടെ. മാർക്കറ്റിൽ ഇറങ്ങി ഞാൻ വണ്ടി ആണ് തരാൻ പറയാം. ശരി വണ്ടി കണ്ടറിയാം കോട്ടച്ചാലല്ല നിങ്ങൾ 1000 കിലോമീറ്റർ അവിടെ മുകളിലേക്ക് വന്നാൽ മതി. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നോർമൽ നോർമൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഫ്ലഷ് ചെയ്തതിന് ശേഷം മാത്രമേ കുളൻ്റ് ഒഴിക്കുകയുള്ളൂ. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കാൻ കാരണം വെച്ചാൽ ചെറിയ ചെറിയ ലീക്കുകൾ എന്താ പറയുക, നമ്മൾ റണ്ണിങ്ങിൽ അത്ര അറിയില്ല. ചെറിയ ലീക്ക് ഡ്രോപ്പായിട്ട് വീണാൽ അത് വണ്ടി ഓൾറെഡി ചൂടായിട്ടുണ്ടാവുമല്ലോ. അപ്പം എന്തായാലും ഡ്രോപ്പായിട്ട് വീഴുമ്പോൾ വീണ കൂളൻ്റ് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും. അപ്പോൾ അങ്ങനെയാണ് റേഡിയേറ്ററിൽ കൂളൻ്റ് കുറഞ്ഞ് വന്നിട്ട് വണ്ടി ഓവർ ഹീറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ എല്ലാവരും തണിഞ്ഞ സമയത്ത് തന്നെ ഈ ലീക്ക് കാര്യങ്ങൾ നോക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.